ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള കാണാൻ പോയിരുന്നു. ഞാൻ പോയിരുന്നു. അപ്പോൾ പോകാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോയിലൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള കാണാനാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രപഞ്ചത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആൻഡ്രോമെഡ, മിൽക്കി വേ തുടങ്ങി കുറേ ഗാലക്സികൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ദൂരെ ചെറിയ ഡോട്ട് പോലെ കാണുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ്. നമുക്കിനി സെക്കൻഡ് വണ്ണിലേക്ക് പോവാം. ഇതെന്ന് വെച്ചാൽ എർത്തും സണ്ണ് തമ്മിലുള്ളൊരു കമ്പാരിസനാണ് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ 13 ലാക്ക് എർത്ത് ചേർന്നാൽ മാത്രമേ നമുക്ക് ഒരു സണ്ണിൻ്റെ സൈസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര വലുതാണ് സണ്ണെന്നാണ് ഈ ഒരു കമ്പാരിസണിലൂടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സോളാർ സിസ്റ്റത്തെ എന്ന് പറഞ്ഞു തരാം. നല്ല ഭംഗിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഏറ്റവും ചെറിയ പ്ലാനറ്റും സണ്ണിനോട് അടുത്ത പ്ലാനറ്റുമായിട്ടുള്ള മെർക്കുറി, രണ്ടാമത്തെ പ്ലാനറ്റ് വീനസ്, നമ്മുടെ എർത്ത്, റെഡ് പ്ലാനറ്റ് ആയിട്ടുള്ള മാർസ്, ജൂപ്പിറ്റർ എത്ര വലുതാണെന്ന് ബാക്കി പ്ലാനറ്റ്സ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത സാറ്റേൺ ആണ്. സാറ്റേണിന്റെ റിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് ഏറ്റവും കോൾഡസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന യുറാനസ് ആണ്. സണ്ണിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള പ്ലാനറ്റ് എന്നൊക്കെ പറയുന്ന നെപ്റ്റ്യൂൺ. നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് കോശങ്ങളെ കുറിച്ചാണ്. സെൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്നും അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. സെല്ലിൻ്റെ ഒരു വലിയ ഡയഗ്രാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാമിന് ശേഷം ബാക്ടീരിയകളുടെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് എഴുതിയിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞിട്ട് സെല്ലിൻ്റെ ഓരോ പാർട്ടും അതിൻ്റെ ഫങ്ഷനും ഈ ഡയഗ്രാമിൽ മാർക്ക് ചെയ്തതല്ലാതെ താഴെ ഓരോന്നിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 140 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനോസേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നെന്നും ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഡൈനോസറുകൾ ഏതാണെന്നൊക്കെയുള്ളതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പല ഡൈനോസറുകളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഡിനോസറിന്റെ സ്കെൽറ്റന്റെ മോഡൽ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്ര വലുതാണെന്ന്. ടീറെക്സ് എന്ന് പറയുന്ന പണ്ട് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഡിനോസറിന്റെ ചിത്രം. ഇവിടെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള കുറേ മൃഗങ്ങളുടെ ചിത്രങ്ങളും അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ വന്നിട്ടുള്ളത് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു വലിയ കപ്പലുണ്ട്. അപ്പോൾ ആ കപ്പൽ കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു വലിയ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അജ്ഞാതമായ ജലപ്പരപ്പുകളിലൂടെ യാത്ര ചെയ്ത ഒരു കപ്പൽ മാത്രമായിരുന്നില്ല HMS ബീഗിൾ. ജീവശാസ്ത്രത്തെക്കുറിച്ചും സർവ്വജീവജാലങ്ങളെ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും നമ്മുടെ അറിവിൽ ഒരു പുതിയ ദിശാബോധം സൃഷ്ടിക്കുന്നതിന് തുടക്കമിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര പര്യവേഷണമായിരുന്നു അത്. വലുപ്പമോ ഗാംഭീര്യമോ കൊണ്ടല്ല, ഗാലപ്പോസ് ദ്വീപുകളിലേക്ക് ചാൾസ് ഡാർവിനെയും കൊണ്ട് തൻ്റെ ചരിത്രയാത്ര നിർവഹിച്ച ഒഴുകുന്ന പരീക്ഷണശാല എന്ന നിലയിലാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത്. HMS ബീഗിളിൻ്റെ ഒരു വലിയ മോഡലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ കാണുന്നത് ചാൾസ് ഡാർവിൻ്റെ ജീവചരിത്രമാണ്. നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത് ഫൈലോജനറ്റിക് ട്രീ കാണാനാണ്. അപ്പോൾ ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. ഈ തിയറിയുടെ ഒരു വലിയ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എർത്തിലുള്ള എല്ലാ ഓർഗാനിസത്തിനും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നാണ്. ഇത് പല കളറിൽ കൊടുത്തിട്ടുള്ളത് പല ഓർഗാനിസത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ബാക്ടീരിയയും ഫ്ലവറിങ് പ്ലാന്റ്സ് മുതൽ അപ്പുറത്തെ സൈഡിൽ ഹ്യൂമൻസ് വരെയും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ ഹ്യൂമൻസ്, ചിമ്പാൻസി, ഗോറില്ല, ഒറാങ്കുട്ടൻ, റാബിറ്റ്, അങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഹ്യൂമൻ ബോഡി പാർട്സ് ആണ്. ഇതെല്ലാം റിയൽ ആണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യത്തെ പാർട്ട് ബ്രെയിൻ ആണ്. അപ്പോൾ ഇത് സെറിബ്രം. ഈ താഴെ കാണുന്ന രണ്ടെണ്ണം സെറിബെല്ലം ആണ്. രണ്ടാമത് കാണുന്നത് സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ ലങ്സ് ആണ്. അതാണ് ഇങ്ങനെ കറുത്ത കളർ ടാറടിഞ്ഞിരിക്കുന്നത്. നോർമൽ ആയിരുന്നെങ്കിൽ പിങ്ക് കളറിലായിരുന്നേനെ. അടുത്തത് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ടാണ്. അടുത്തത് ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലായ അയോർട്ട. അടുത്തത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡായ ലിവറാണ്. ഇതൊരു ഹെൽത്തിയും നോർമൽ സൈസായ ലിവറാണ്.
അടുത്തത് കിഡ്നിയാണ്, 2 കിഡ്നി. അത് ട്യൂമർ വന്ന് ഇൻഫെക്ഷൻ വന്ന കിഡ്നിയാണ്. ഇത് യൂറിനറി ബ്ലാഡറാണ്. ഇത് സ്റ്റൊമക്കാണ്. ഇത് സ്റ്റൊമക്കിനെ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് യൂട്രസ്, ഇത് 2 ഓവറി, ഇത് മെയിൽ ടെസ്റ്റിസ്, സ്പ്ലീന്, പാൻക്രിയാസ്, ഡ്യൂയോഡിനം. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അടുത്തതായി 2 വയസ്സായ കുട്ടി എങ്ങനെയാണ് ഒരു റൂമിനെ കാണുന്നത് എന്നാണ്. അപ്പോൾ ആ കുട്ടിക്ക് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര വലുതായിട്ടാണ് തോന്നുക. അങ്ങനെ അത്ര വലുതായിട്ടാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വലിയ ഷട്ടർ, വലിയ ടേബിള്, വലിയ ചെയർ. അങ്ങനെ ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയായ ISROയുടെ ഓരോ മിഷൻസിൽ ഉപയോഗിച്ച ഉപകരണങ്ങളും അതിൻ്റെ പാർട്സ്, അതിൻ്റെ മോഡലുകൾ, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത നമ്മൾ വന്നിട്ടുള്ളത് ഓരോ വൈറസിൻ്റെ മോഡലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണാനാണ്. ഇത് നിപ്പ വൈറസ് ആണ്. ഇതാണ് എബോള വൈറസ്. ഇത് റാബീസ് വൈറസ്. ഇത് സിക്ക വൈറസ്. അവസാനത്തത് SARS-CoV-2 എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ മോഡലാണ്. അടുത്തത് ഇവിടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കാണാം. ഇതാണ് അപ്പോൾ നമ്മുടെ ജയന്റ് മൂണിൻ്റെ മോഡൽ. വീഡിയോയിൽ കാണുന്നേക്കാളും ഇരട്ടി ഭംഗിയാണ് നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ. മൂണിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ലൂക്ക് ജെറാമിൻ്റെ ഒരു ആർട്ട് വർക്കാണ്. ഇപ്പോൾ ഈ ഒരു വലിയ മൂണിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വലിയ ഹീലിയം ബലൂണ് പോലെ ഉള്ളതിൻ്റെ മുകളിൽ നാസയുടെ ലൂണാർ റിക്കോണിസൻസ് ഓർബിറ്റർ എന്ന് പറയുന്ന ഒരു റോബോട്ടിക് സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്. ആ സ്പേസ് ക്രാഫ്റ്റ് ഇപ്പോഴും മൂണിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലൈവായിട്ട് മൂണിൻ്റെ പ്രതലങ്ങളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇങ്ങനെ വലിയ മൂണിൻ്റെ മോഡലാക്കിയിട്ടുള്ളത്. മൂണിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പോലെ തോന്നും. ഈ മ്യൂസിയം ഓഫ് ദ മൂണ് ലോകത്തെ പല രാജ്യങ്ങളിലെയും പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂണിനെ കണ്ടു. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് മാർസിനെയാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ വരൂ, നമുക്ക് നോക്കാം. വളരെ ജയൻ്റ് ആയിട്ടുള്ള ഒരു മാർസിനെയാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര രസമാണിത്. ഇതാണ് മ്യൂസിയം ഓഫ് ദി മാർസ്. ഇതും ലൂക്ക് ജെറാമിൻ്റെ ആർട്ട് വർക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് മാർസിൻ്റെ കളർ റെഡ് ആയിരിക്കുന്നത് എന്ന് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ സോയിലിൽ അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ തുരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് റെഡ് ആയിരിക്കുന്നത്. മാർസിൻ്റെ സർഫേസിലെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അവിടുത്തെ ഓരോ വോൾക്കാനോസ്, കുഴികൾ പോലുള്ളത്, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഈ മാർസ് കറങ്ങുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കാണാൻ വളരെ സിമ്പിളായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. നമ്മൾ ബുക്കിൽ മാത്രം വായിച്ചു പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റി. നമ്മുടെ ഈ ലോകം ശാസ്ത്രമായിട്ട് എത്ര ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ വന്നാൽ മതി. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരുപാട് നല്ല കാഴ്ചകളും അറിവുകളും ഓർമ്മകളും കൊണ്ടാണ്.